ഞാൻ വാലി ഓഫ് ഫ്ലവേഴ്സിലാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിലോ വല്ലാത്തൊരു നഷ്ടമായി പോകട്ടോ. വാലി ഓഫ് ഫ്ലവേഴ്സ് ഒരു പാക്കേജും എടുക്കാതെ ഒറ്റയ്ക്ക് ചെലവ് ചുരുക്കി പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ജോഷിമത് ബദ്രിനാഥ് റൂട്ടില് ഗോവിന്ദ് ഘാട്ടിൽ നിന്നും 13 കിലോമീറ്റർ ഇന്നലെ നടന്ന് ഘാങ്കരയിൽ എത്തി കിടന്നുറങ്ങി. ഇന്ന് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ലക്ഷ്യം വെച്ച് ഘാങ്കരയിലൂടെ നടക്കുമ്പോൾ വഴിയിൽ കണ്ട റെസ്റ്റോറന്റിൽ നിന്നും കുറച്ച് പോഹ പാഴ്സൽ വാങ്ങി ബാഗിലിട്ടു. നാഷണൽ പാർക്കിന്റെ ഗേറ്റിൽ നിന്നും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഒരു 500 മീറ്റർ നടന്നപ്പോഴേക്കും ഞാൻ ഇന്ന് വരെ എന്റെ ലൈഫിൽ കാണാത്ത പൂക്കള് ട്രക്ക് ട്രെയിലിന്റെ 2 വശത്ത് നിന്ന് എന്നെ വരവേൽക്കാൻ തുടങ്ങി. കുത്തിയൊലിച്ചു പോകുന്ന ഗംഗയും മേഘങ്ങളുമായി കൂട്ടുകൂടുന്ന മലകളെയൊക്കെ താണ്ടി 4 കിലോമീറ്റർ നടന്നു വേണം വാലിയിലെത്താൻ. തുടക്കത്തിലെ കുറച്ച് കുത്തനെ കയറ്റം ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു ട്രക്ക്. എങ്ങോട്ട് നോക്കിയാലും പൂക്കളും തേനീച്ചകളും പച്ചപ്പും മാരക വ്യൂസും. 3 മണിക്കൂർ നടന്ന് വാലിയുടെ പ്രൈം ഏരിയയിലെത്തി റെസ്റ്റ് എടുത്ത് വീണ്ടും കാഴ്ചകളും കണ്ട് വഴിയരികിലെ നീർച്ചാലിൽ നിന്ന് വെള്ളവും കുടിച്ച് നടന്നു. ഒരു മരത്തിന്റെ തണലിലിരുന്ന് രാവിലെ വാങ്ങിയ പോഹയുടെ പൊതി തുറന്ന് പച്ച പുൽമേടും പൂക്കളും മഞ്ഞുമലകളെയൊക്കെ കണ്ട് നിലത്തിരുന്ന് കഴിക്കുമ്പോൾ ഒരു സുഖം ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും മല്ലയ്യ. പോഹയും കഴിച്ച് ജോവാൻ മാർഗരറ്റ് ലേഖിയുടെ ശവകുടീരം കാണാൻ വീണ്ടും നടന്നപ്പോൾ ചുറ്റും അരയ്ക്കൊപ്പം ഫേൺസ് വളർന്നു നിൽക്കുന്നു. അവിടുത്തെ കാഴ്ചകൾക്ക് എന്തോ ഒരു മാജിക് ഉണ്ട്, കാറ്റിനൊരു ലഹരിയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. എങ്കിലും കരടിയുടെ വായിൽ പോവാതിരിക്കാൻ വേണ്ടി Tin Pit Story signing off from Valley of Flowers.